ഇന്ന് വിഷുവായിട്ട് ഞാൻ കണിയൊന്നും ഒരുക്കില്ല കേട്ടോ. ഞാൻ തമിഴ്നാട്ടിലെത്തിയിട്ട് ഇത് 7ാമത്തെ വിഷുവാണ്. അപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ വിഷു ഒന്നും അങ്ങനെ വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ്റെ അമ്മ ചോദിക്കും വിഷു എന്ന് വെച്ചാൽ എന്താണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, കണി വെച്ചിട്ട് കൃഷ്ണൻ്റെ കണി കണ്ടിട്ട് നമ്മൾ തൊഴുന്നൊരു രീതിയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഞങ്ങൾ രാവിലെ വിളക്കെത്തിച്ചു, പിന്നെ വൈകിട്ടും വിളക്കെത്തിച്ചിട്ട് അമ്പലത്തിനൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ തന്നെ ചേട്ടൻ്റെ വീടിനടുത്ത് കൃഷ്ണൻ്റെ അമ്പലങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ തിരക്കി പിടിച്ച് വന്നപ്പോൾ അടുത്തൊരു അമ്പലം ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ തന്നെ കണ്ടില്ല, അവിടെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല വിഷു ആയിട്ട്. എന്നിരുന്നാലും ഞങ്ങളവിടെ പോയി തൊഴുതു സന്ധ്യയ്ക്ക്. അത് കഴിഞ്ഞ് അവിടെയെല്ലാം നല്ലവണ്ണം ആദ്യമായിട്ടാണ് ഞാൻ ഈ അമ്പലത്തിൽ കയറുന്നത് തന്നെ. അപ്പോൾ അവിടെയൊക്കെ ഓടി നടന്ന് അഭി കളിക്കുവാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ തൊഴുതിട്ട് അവിടെ ഇരുന്നു കേട്ടോ. ഈ വിഷു അങ്ങനെ പ്രാധാന്യമൊന്നും ഇല്ലാതെ അങ്ങ് പോയി. കാരണം തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെയാണ്. പിന്നെ അഭിക്കുട്ടനും ജിത്തുക്കുട്ടനും സൈഷേട്ടനും ഞാനുമായിട്ട് തൊഴുതിട്ട് ഇറങ്ങിയിട്ട് ചേട്ടൻ കടയ്ക്ക് പോയി. ഞങ്ങൾ നടന്ന് ചേട്ടൻ പിന്നെ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. പോകുന്ന വഴിയൊക്കെ അപ്പോഴത്തേക്ക് ഇരുട്ടിയിരുന്നു. ഈ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചർച്ചിൽ ഒരു ഉത്സവം നടക്കുവാണ്, അതിൻ്റെ ലൈറ്റാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടത്തേക്ക് വരാനേ പറ്റില്ല, കാരണം നല്ല ഇരുട്ടായിരിക്കും. ഇത് ഒരു കുറുക്ക് വഴിയാണ് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള, മെയിൻ റോഡ് വേറെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.